മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്തായാലും അദ്ദേഹത്തിന് കുരുക്ക് മുറുകുക തന്നെയാണ്. പക്ഷേ വീണ്ടും ഇഡിക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതേ മസാല ബോണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട സുതാര്യത വരുത്തുന്നതിന് വേണ്ടിയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് ഇ.ഡി. എത്തിയത്. നേരത്തെ ഇത്തരത്തിൽ സ്വകാര്യ കാര്യങ്ങളാണ് തിരക്കുന്നത് എന്ന കാര്യം പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്നും ആ സമൻസ് റദ്ദ് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടെയാണ് ഇപ്പോൾ, ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ എതിർപ്പില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പം സമൻസ് അയച്ചത്. എന്നാൽ ആ സമൻസ് ഒരാഴ്ച മുൻപ് അയച്ചിട്ടും ഇന്ന് ഹാജരാകില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയാണ് തോമസ് ഐസക് അറിഞ്ഞത്. ഇ.ഡിയുടെ സമൻസിന് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനാൽ ഇന്ന് ഹാജരാകില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. തുടർച്ചയായി ഇത്തരത്തിൽ സമൻസിന് വകവെക്കാതെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമപരമായ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. അനു, എന്തായാലും ഇതിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി പറയുന്നത്. ഈ മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് കിഫ്ബി സമാഹരിച്ചത് 2500 കോടി രൂപ അല്ലെ? ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കുമ്പോൾ അതെ, 2500 കോടി രൂപ വിദേശത്തു നിന്ന് അടക്കം ശേഖരിക്കുക. അതിൻ്റെ വിനിയോഗം സംബന്ധിച്ചും വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു വിദേശ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അത്തരത്തിൽ ശേഖരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അത് പാലിച്ചില്ല എന്നത് തന്നെയാണ് ഇ.ഡിയുടെ പ്രധാന വിലയിരുത്തൽ. ഈ കാര്യങ്ങളിൽ ധനമന്ത്രിയായിരുന്നതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഫണ്ട് ശേഖരണം നടന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ തോമസ് ഐസക് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സമീപനം തന്നെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നു. ഈ ഒരു സമീപനം തുടരുന്ന പക്ഷം അതിനെ അതീവ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് മറ്റ് നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. അതായത് ഒരു പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ ധനമന്ത്രിയോടുള്ള സമീപനം ഇ.ഡിക്ക് മാറ്റേണ്ടി വരും എന്ന സൂചനകളാണ് ഇ.ഡിയിൽ നിന്നും ലഭിക്കുന്നത്. അനു.